നമുക്കൊരു എഗ് പഫ്സ് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ എഗ് പഫ്സ് ട്രൈ ചെയ്യുന്നത്. കാരണം ആദ്യത്തെ പ്രാവശ്യം വൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് കരുതലോട് കൂടി ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യൂട്യൂബെല്ലാം നോക്കി നല്ല സെറ്റായിട്ടാണ് ഈ പരിപാടിക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഫ് പേസ്ട്രി ഷീറ്റ് അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഒരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. വേറൊന്നല്ല, ഇതൊരു പരീക്ഷണമാണല്ലോ. അതുകൊണ്ട് ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായതുകൊണ്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഇനി ആ മസാല ഉണ്ടാക്കുന്ന സൈഡിൽ കൂടി ഈ ഷീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇതിൽ മസാലയും മുട്ടയും വെക്കുക. ഇത് കണ്ടപ്പോഴേ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഈ പഫ്സ് എന്തായാലും ഫ്ലോപ്പ് ആവൂല. അങ്ങനെ എൻ്റെ പഫ്സിനെ എഗ് വാഷ് എല്ലാം ചെയ്ത് ഇനി നേരെ എയർ ഫ്രയറിലോട്ടേക്ക് കയറ്റിയാൽ മതി. അങ്ങനെ ഞാൻ യൂട്യൂബെല്ലാം നോക്കി എയർ ഫ്രയറിൽ 185 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ഇത് നമുക്ക് സെറ്റ് ആവാൻ വെച്ചു. അപ്പോൾ ദേ പഫ്സ് റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പം ഇപ്രാവശ്യം എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ആയിക്ക്. അപ്പോൾ ഇത് കണ്ടാൽ മാത്രം പോരാലോ, ഒന്ന് കഴിച്ചു നോക്കണ്ടേ. സംഭവം അങ്ങോട്ട് പഫ്സും അയക്കില്ല, എന്നാൽ അങ്ങോട്ട് ഫ്ലോപ്പും അയക്കില്ല എന്ന് പറഞ്ഞ പോലെ രണ്ടിൻ്റെ ഒരു നടുക്കിൽ നിൽക്കുക. പഫ്സിൻ്റെ ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റുമായിരിക്കണം. എൻ്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം എന്നത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബായ്.